സാർ എന്റെ ഏജിലുള്ളവരെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ്. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ BCA ഫൈനൽ ഇയർ BPC കോളേജ് പിറവം. മോളെ ഞാൻ കണ്ടപ്പോ ഒരു 9ാം ക്ലാസ് പ്രതീക്ഷിച്ചു. ഡിഗ്രി ഫൈനൽ ഇയർ. അതെ. എന്റെ അമ്മ. അപ്പൊ എന്റെ ഈ ഒരു ഏജിലുള്ളവർക്ക് എല്ലാവർക്കും അവരെ സ്റ്റഡീസ്, ഒരു ജോബ് കിട്ടുക, ലൈഫ് സെറ്റ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ജോബ്, ഏതെങ്കിലും ഒരു ജോബ് സെറ്റ് ചെയ്യുക, അങ്ങനെ ലൈഫ് സെറ്റ് ആക്കുക. അല്ല, ജോബ് നമുക്ക് അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഈ സ്റ്റഡീസ് ഒക്കെ നല്ലപോലെ തീർത്ത് നല്ലൊരു ജോബൊക്കെ കിട്ടി ലൈഫൊക്കെ സെറ്റ് ആക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്ത് തരത്തിലുള്ള സ്ട്രെസ് വന്നാലും അത് ഷെയർ ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പലർക്കും പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഉള്ള ഈ ഒരു എൻ്റെ ഏജിലുള്ളവർ പല കാറ്റഗറി ആയിട്ടാണ്. എക്സ്ട്രോവേർട്സ് ഉണ്ട്, ഇൻട്രോവേർട്സ് ഉണ്ട്. പലരും ഈ ഇൻട്രോവേർട്ട് ആയി പോകുന്നതിന് മെയിൻ റീസൺ തന്നെ ഈ ഒരു ആൾക്കാരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ ഇല്ലാത്തതുകൊണ്ടാണ്. മെയിൻലി അത് പാരൻസിൻ്റെ അടുത്തുനിന്ന് പോലും ഇല്ല. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പാരൻസ് കുറച്ചും കൂടെ ടൈം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആയാലും ആരായാലും അവർ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരാൾ, ഒരു സങ്കടമുള്ള ആൾ അത് ഷെയർ ചെയ്യാൻ വരുമ്പോൾ അത് കേൾക്കാനായിട്ട് ടൈം കൊടുക്കണം. കേട്ട് അതിന് ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കല്ല, എന്ത് ജഡ്ജ് ചെയ്യാണ്ട് അത് നല്ലോണം ശ്രദ്ധിച്ച് ആൾക്ക് റിലീഫ് ആവുന്നത് വരെ അത് കേട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ നല്ലൊരു സൊല്യൂഷൻ കൊടുത്താൽ നല്ലൊരു കാര്യം. എല്ലാ ബന്ധങ്ങൾക്കിടയിലും ഒരു സൗഹൃദം ഉണ്ടാവണം സാറേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.